നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഹോസ്പിറ്റലിൽ പോയില്ല? എക്സസൈസ് ചെയ്യുമ്പോൾ ചുമ്മാ സംസാരിക്കാൻ വരുത് കേട്ടോ. എന്തിനാടി നീ ഇങ്ങനെ ഭാരപ്പെട്ട പണിയൊക്കെ ചെയ്യുന്നേ? എടി ആ കിടക്കുന്ന ബ്ലൂ ചുരിദാർ കണ്ടോ? അതിട്ട് നോക്കിയപ്പോഴും സത്യം എനിക്ക് മനസ്സിലായത്. എന്ത്? വയറ് വെച്ചിടേ ദേ കണ്ടോ? അതിട്ടപ്പോൾ ഭയങ്കര ബോർവ. എൻ്റെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത്. അതിന് ഹോസ്പിറ്റലിൽ പോവാത്ത എന്ത് ബന്ധം ഇതിനകത്തിരിക്കുന്നത്? ഇടി വയറ് കുറയ്ക്കാതെ എങ്ങനെയാണ് ഞാൻ പോകുന്നത്? ഒറ്റ ദിവസം കൊണ്ട് വയറ് പറയാൻ ഇതെന്താ ബലൂണാ? അതൊക്കെ ഞാൻ കുറയ്ക്കും. ഇത് ഇത്തിരി ഉള്ളതൊക്കെ പെട്ടെന്ന് കുറയും. ഇല്ലടി, വർക്കൗട്ട് ചെയ്തെങ്കിലും അത് കുറയത്തുള്ളൂ. നീ ചുമ്മാ എന്റെ കോൺഫിഡൻസ് കളയാതെ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കും. പോ. ഞാൻ പോകാം. അല്ല, ഇത് അങ്ങനെ പെട്ടെന്ന് കുറയാൻ പോണൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. നിനക്കിരുന്ന് എന്ത് സുഖമാ കിട്ടുന്നത്? കുറച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പറ പ്ലീസ് ചാരു. എന്നാ ശരി, നിന്റെ ഇത് പെട്ടെന്ന് കുറയും. ഓക്കെ, ഐ ഫീൽ ബെറ്റർ നൗ. എന്നാലേ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. ഇതിന്നൊരു ശക്കലം കുറയാൻ ഈ കിടന്ന് കാണിക്കണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു. ഞാൻ പോടെ, മനുഷ്യ താർത്താനായിട്ട് വന്നിരിക്കും. നിനക്ക് ഇതിന് എന്ത് സുഖമാണ് കിട്ടുന്നത്? എനിക്ക് പ്രത്യേകിച്ച് സുഖമൊന്നും കിട്ടണില്ല. ഇടി മണ്ടി, ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല പ്രോപ്പർ ഡയറ്റ് എടുത്താൽ തീരാന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. നീ ഒരു ഡയറ്റീഷ്യൻ ആണെന്നൊക്കെ അല്ലേ പറഞ്ഞ? ചുമ്മാ ഊടായി പറഞ്ഞു. ഇവിടെ നിന്ന് എങ്ങോട്ട് അടി പോണ കറക്റ്റ് പറ. എടി എനിക്കും അറിയാം, എന്റെ ബ്രെയിനിനും അറിയാം. പക്ഷെ എന്റെ വയറിന് ഇത് അറിയത്തില്ലല്ലോ. ഫുഡ് കണ്ടാൽ അത് ആക്രാന്തത്തോടെ എടുത്ത് കഴിക്കും. ഫുഡ് കൊണ്ട് ആക്രാന്തത്തോടെ ഒന്നില്ലെങ്കിൽ നീ നന്നായിട്ട് ഡയറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതങ്ങ് ഫ്രണ്ടിലോട്ട് വന്നോട്ടെ എന്ന് വിചാരിക്കുക. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒരു സൊല്യൂഷനും ഇല്ല. എടി ഇനിയും വയറ് വന്നാൽ ശരിയാവത്തില്ല. ഇനി ഒരു പൂച്ചക്കുട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കത്തില്ല വയറും കൂടെ വെച്ച് നടന്നാ. ഒച്ചോടെ എന്റെ കുഞ്ഞ് സുന്ദരി കുട്ടിയല്ലേ, ആരാ നിന്നെ നോക്കാത്തത്? നീ താങ്ങല്ലേ, എനിക്കിട്ട് താങ്ങല്ലേ. ദേ നോക്കിക്കോ, അവന്തിക പറയുവാണ് ഇന്നേക്ക് ഒരാഴ്ചത്തേക്ക് ഞാൻ നല്ല ഫാസ്റ്റിംഗ് എടുത്ത് എന്റെ വയറൊക്കെ എടുത്ത് കുറച്ചൊരു വരവിങ് വരും. ഒൺലി വെജിറ്റബിൾസ്. ഓക്കെ, ഒൺലി വെജിറ്റബിൾസ്. ഇതൊക്കെ വായ കൊണ്ട് പറഞ്ഞാ പോലെ, പ്രവർത്തിച്ചാണ്. എടി അവന്തികയുടെ പേര് ഒന്നേ ഉള്ളൂ. അവന്തിക പ്രവർത്തിച്ച് കാണിച്ചിരിക്കും. കാണിച്ചില്ലേ ഞാൻ പട്ടിക്കിടും പേര്. നിന്നെ നിന്റെ വാക്ക് പഴയ ചക്ക കൊരേ പോലെ. കാണാം 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 കാണാം. എന്റെ മുടി കാണിച്ചു തരാം. ഒന്നതാ എന്ത് ചെയ്താലും കുറഞ്ഞു കിട്ടിയാ മതി. മിഠായി ഒക്കെ കണ്ടിട്ട് എത്ര ദിവസമായി എന്നാണ് ആലോചിക്കുന്നത്. ടേസ്റ്റ് അന്തേ കഴിയാറായോടി? ഇതൊരു മാതിരി ചെറ്റത്തരവാ കേട്ടല്ലോ. നീ എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി എന്റെ മുന്നിൽ ഇത് കഴിക്കുന്നറിയാം. വേണ്ട വേണ്ട. പക്ഷെ അവന്തിക ഇതിലൊന്നും വീഴത്തില്ല കേട്ടോ. എത്ര ദിവസത്തേക്കാണ് കണ്ടറിയാം. കാണാം. എടി അങ്ങനല്ലേടി, ഓട് കുറച്ച് ജോഗിങ് കൂടി ചെയ്യും. പഠിപ്പിക്കാൻ വരണ്ട. എക്സസൈസ് സ്ലോ മോഷനാ പഠിപ്പിക്കാൻ വരണ്ട. അങ്ങനെയാണ് നീ തലകുത്തേക്കടി. കുറച്ച് വയറും എല്ലാം കൂടി കുറയട്ടെ. തലകുത്തേക്ക് അല്ലെ പ്ലാങ്ക് ചെയ്ത് നല്ല രസമായിരിക്കും. ഒരു കുന്തം അറിയാത്ത ഒരു 2 എക്സസൈസ് പറയാം, അത് മാത്രം ചെയ്തോണ്ടിരിക്കുക. നീ വരുവോടി ഈ ഡയറി മിൽക്കിന് വേണ്ടി? എന്നിട്ട് എന്താവാൻ? ഞാൻ നോക്കിയപ്പോൾ ആ 2 അവന്മാർ നിന്നെ പൊക്കിയെടുത്തിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ വെറുതെ നിൽക്കുമോ? ചാടി ഇങ്ങോട്ട് അവന്മാരുടെ ഇടയിലോട്ട് വീണിട്ട് ചാടി 4 ചവിട്ടം കൊടുത്തു. പിന്നെ ഉണ്ടല്ലോ, അവന്മാർ 2 കാലി വീണ് കിടന്നങ്ങ് കരയുമായിരുന്നു. പിന്നെ പാവം തോന്നി, ഞാൻ വിചാരിച്ചു പോട്ടെ. നിങ്ങൾ എന്ത് മണ്ടത്തരാ കാണിച്ചേ? അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടായിരുന്നോ? എടി, പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഫാമിലിക്കും അല്ലേ നാണക്കേട്. ഓ അത് ശരി, ഞാനത് ഓർത്തില്ല. പിന്നെ നീ അങ്ങനെ പേടിക്കാനും വേണ്ട. ഞാൻ പപ്പി പഞ്ചാ കൊടുത്തത്. ഈ പപ്പി പഞ്ച് അത്ര ചെറിയൊരു കാര്യമൊന്നും അല്ല. പപ്പി പഞ്ചോ? എനിക്കൂടി പപ്പി പഞ്ച് പറഞ്ഞു തരോ? വേണോ? ഓക്കെ, പറഞ്ഞുതരാം. സി എന്നെ നോക്ക്, സ്റ്റഡി ആയിട്ടേക്ക്. അതങ്ങോട്ട് മാറ്റി വെക്ക്. സോറി. സ്റ്റഡി ആയിട്ടേക്കണം. ദേ കാല്, റൈറ്റ് കാല്, റൈറ്റ് ലെഗ് ഇല്ലേ, അത് ബാക്കിലോട്ട് വെക്കണം. ലെഫ്റ്റ് ലെഗ് എപ്പോഴും ഫ്രണ്ടിലായിരിക്കണം. ഓക്കെ, സ്റ്റഡി ബോഡി സ്റ്റഡി ആയിട്ട് വെക്കുക. ബ്രീത്ത് ഇൻ. ഓക്കെ.
ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പൊക്കി സ്ട്രോങ് ആയിട്ട് പിടിക്കണം. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട്. എന്നിട്ട് പപ്പി ദ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ്. എന്താ? പപ്പി ദ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ്. അല്ല പപ്പി, ഹീമാൻ ദ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് എന്നല്ലേ? ഫ്ലോ കളയാൻ പപ്പി പഞ്ചല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പപ്പി ദ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് എന്ന് ഉറക്കെ പറയണം. പറഞ്ഞിട്ടതേ ഇങ്ങനെ കൈ ടൈറ്റ് ചെയ്ത് മുറുക്കി പിടിച്ചിട്ട് ഓപ്പണിന്റെ നേരെ മൂക്ക് നോക്കി ഒറ്റ പറിച്ച്. എന്റെ മൂക്കിനൊന്നും പറ്റിയില്ല. ആ ചെയ്തേ, കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ആ പപ്പി ദ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് ഉറക്കെ പറ. പപ്പി വേണോ? പറ. പറഞ്ഞില്ലേ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ്. എന്നിട്ട് ഒറ്റ പഞ്ച് മൂക്ക് നോക്കി. ഓക്കെ ഓക്കെ. എന്തിനാണ് രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു? അല്ലെങ്കിലേ ഇന്നലെ ആരും എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നില്ലേ, അപ്പോ പപ്പി അവരെ അടിച്ചോടിച്ച കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പപ്പി മോളിൽ അടിച്ചോട്ടിച്ചെന്നാ? ഞാനല്ലേ അടിച്ചോട്ടിച്ചത്? ജയ, ഞാനല്ലേ ആദ്യം അവിടെ വന്ന് ഓമര ഇടിച്ചത്. ഒരു സെക്കൻഡ്. അപ്പൊ ഈ സംഭവം നടക്കുമ്പോ അങ്കിളും അവിടെ ഉണ്ടായിരുന്നോ? ഇതെന്തോ ചോദ്യം? ഞാൻ ഉണ്ടായിരുന്നു, അവന്തി മോളുണ്ടായിരുന്നു, ചാരി മോളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അല്ല, പപ്പി എന്നോട് പറഞ്ഞു പപ്പി ചാടി വീണ് അവരെ അടിച്ചോട്ടിച്ചെന്ന്. ആണോ മോളെ? അങ്ങനെ പറഞ്ഞ? പിന്നല്ലാതെ ഞാനല്ലേ അവരെ ഇടിച്ചത്. ജയന് ഓർമ്മയില്ലേ? എന്തോ പപ്പി മോള് പറഞ്ഞു, ഞാനല്ലേ അവനെ അടിച്ചത്. ജയ കള്ളം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലേ, മോളല്ലേ കള്ളം പറയണത്. നീ വിശ്വസിക്കില്ലേ ജയനെ കള്ളം പറയുന്നേ? അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ആർക്കാ പവർ കൂടുതലുള്ളതെന്ന് നോക്കണമല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമുണ്ട്. Come on, defeat me. അയ്യാ, എനിക്കൊന്നും വയ്യ മോളോട് അടികൂടാൻ. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. ജയൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ പവർ ഇവിടെ തെളിച്ചേ പറ്റത്തുള്ളൂ. എന്തോ പറഞ്ഞ സ്ഥിതിക്ക് പവറൊക്കെ തെളിയിക്കാണതൊക്കെ വേറെ എവിടെയും പോയി തെളിയിക്കുക. എന്നെ കൊണ്ട് പറ്റാന്നില്ല. പോവരുത്. പിങ്കി നിക്കാൻ പറ. പിങ്കിക്ക് ഡൗട്ട് ഇല്ലേ? പിന്നെ എനിക്ക് അടികൂടെ വേറെ ഒരു ചോദ്യമില്ല. നിങ്ങൾ അടികൂടെ കൂട്ടുന്ന ജയൻ കള്ളം പറയുന്നതാ. ഇപ്പൊ ശരിയാക്കി തരാലോ. ജയ, പപ്പി, അങ്ങളെ കൊല്ലൂടെ. നിനക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമോ? പിന്നല്ലാതെ ഇത്ര ദൂരം ഓടിച്ചോണ്ടാലും ഓടിച്ചിട്ടുണ്ടോ? ഇറങ്ങും വാ. നീ പറഞ്ഞില്ലേ അപ്പം? വേറെ പ്രശ്നമുണ്ട്. ഐഡിയ വർക്കൗട്ട് ആവുന്ന എനിക്ക് അത്ര തോന്നുന്നില്ലല്ലേ അത്. എൻ്റെ അളിയെ നീ ടെൻഷൻ അടിക്കേണ്ടെന്ന്. ഞാൻ ഇന്നലെ ഈ സംഭവം ഒരു കൊറിയൻ വെബ് സീരീസിൽ കണ്ട്. അതിൽ നായികടുത്ത് നായകൻ ഇതേപോലെ എന്തൊക്കെയോ പറഞ്ഞ് സബ്ജക്റ്റിലുള്ളതുകൊണ്ട് മനസ്സിലായി മോൻ ചാങ്കിയാവോ ഇതൊക്കെ. അത് തന്നെ അവിടെ 100% വർക്കൗട്ടായി. അത് കൊറിയ, ഇത് കേരളം. ഇവിടെ വർക്കൗട്ട് ആവൂല. എടാ എൻ്റെ പൊന്നളിയ നീ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ഒന്നും ചെയ്യല്ലേ. എടാ കൊറിയാണെങ്കിലും കേരളമാണെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണെന്ന് നിനക്കറിയാമോ? എടാ മനുഷ്യൻ്റെ ഫീലിങ്സിൽ എവിടെയാണ് ഡിഫറൻസ്? എല്ലാം ഒരു ഇതല്ലേ? ശരി, ചെന്ന് കയറിക്കൊടു. എന്നിട്ട് എന്താന്ന് വെച്ചാൽ പറ. ഞാൻ കയറും. നീ വരണമെന്ന് ഉറപ്പാണോ? ഞാൻ വരുന്നില്ല, പോയിട്ടോ. അവസാനം എനിക്ക് ഇതുവല്ല വർക്കൗട്ടായി സെറ്റ് ആയതിനു ശേഷം കിടന്ന് പറയല്ലേ എടേ നീ മറ്റേ സെറ്റായെങ്കിൽ നീ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ അതേ കണക്കിന് ചാരുൻ്റെ അടുത്തത് ഇടുന്നു. ഉണ്ടാ പോടെ. ഞാൻ ലാസ്റ്റാ വിളിക്കുന്നത് പറഞ്ഞ. ഞാൻ വരുന്നില്ല, പോയിട്ടോ. പോയിട്ട് വാടാ. ബസ്കുട്ടാ. അയ്യോ ഇടിച്ചാരോ ഈ വർക്കൗട്ട് ചെയ്യാതെ ബോഡി ഷേപ്പ് ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ നീ കുറച്ച് കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ മോളെ. എന്ത് പാടാടി വർക്കൗട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയില്ല. എങ്ങനെ കഷ്ടപ്പെടണം പറ. അയ്യ അതിപ്പോ വേണമെങ്കിൽ നീ നിനക്ക് ഷേപ്പ് പോരെ, എന്നാ കഷ്ടപ്പെടാനും വയ്യ അത്ര. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ ഇതേപോലെ തിന്ന് കൊഴുത്ത് ഒരു ഷേപ്പ് ആവൂലേ, അതും വെറൈറ്റി ഒരു ഷേപ്പ് ആണല്ലോ. പോണേ എന്ത് പറഞ്ഞാലും ഇത് മാത്രം അറിയാം. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 എക്സസൈസ് ചെയ്തപ്പോൾ വയ്യാണ്ടായി. നീ കണ്ടതില്ല ഞാൻ ഇവിടെ കിടന്ന് കാണിക്കുന്നൊക്കെ? കണ്ട് ദേഹമൊക്കെ ഭയങ്കര വേദന, വയറ് കുറഞ്ഞു. അതും കാണിക്കാം. അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ പറഞ്ഞല്ലേ. അതെ, എക്സ്ക്യൂസ് മീ ചാരു, ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാം. പിന്നെന്താ ഇവിടെ ഇതെന്തോന്ന് ബെസ്റ്റോ പക്ഷാമേ? നിനക്ക് ഇഷ്ടമുള്ളപ്പോ കയറി ഇഷ്ടമുള്ളപ്പോ നീ മിണ്ടരുത്. എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ അതുവരെ മിണ്ടരുത് ചാരു, പ്ലീസ്. ഞാൻ പോവാം. അതിന് എന്റെ അമ്മാവും കണ്ടാ നീ വരുന്നുണ്ട്? അല്ല, ഞാൻ ആരെയും കണ്ടില്ല. കണ്ടില്ല? ഇല്ല. എന്നാ കുഴപ്പമില്ല, യു ഗൈസ് ക്യാരി ഓൺ. നീ ഇവിടെ പോയി ഇവിടെ നിക്ക്. അവന് ചാരു സംസാരം. പ്ലീസ് ഒന്ന് പുറത്തു പോവാം. ചാരു നീ എന്നെ തനിച്ചാക്കി പോവോ? ചാരു ഒന്ന് പോവാവോ പ്ലീസ്? റിക്വസ്റ്റ്. അതെ, ഞാനെന്താ വാടോ നിങ്ങൾ കിടന്ന് വലിക്കാൻ? സംസാരിച്ചിട്ട് പൊക്കോളൂടി, സംസാരിക്ക്. ഞാൻ പുറത്തുണ്ടാവും. പിന്നെ
പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ലല്ല, ജസ്റ്റ് ഒരു 5 minutes. എന്താ ഷാമിയ കാര്യം? കുന്തം. എടി എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. എന്തേ ഒന്നും പറയാനില്ല? എടി എനിക്ക് നിന്റെ പുറകെ ഇങ്ങനെ നരച്ചു വരച്ച് കൂനി കൂടി ഇങ്ങനെ മരിക്കുന്നവരെങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. എന്തിങ്ങനെ ഉണ്ടാക്കണം വെച്ച് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നേ? ഒന്നും പറയാനില്ലേ? ദേ ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് ഇതിനുള്ള മറുപടി നീ തരണം. എടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ കാണിക്കും. ഹലോ മാഡം. ഹായ്. ഹായ്. നീ ഇവിടെ ഉണ്ടായിരുന്ന? മേലോട്ടൊരുത്തം കയറിപ്പോരുന്നു. ആ അവനോട് അവന്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നടപടിയാവൂ? അവരാരും അല്ലേ. അയാ മതിയായിരുന്നു. ആയാ മതിയായിരുന്നു. അതെ അതെ. അമ്മാവോടെ പോയി? അമ്മ നീ പരിസരത്ത് എവിടെയോ ഉണ്ട്. എടാ വേഗം അവനെ വിളിച്ച് പോവാൻ നോക്കി കറങ്ങി തിരിഞ്ഞു നടക്കാണ്ട്. എന്ത് അമ്മയുടെ സീനല്ലേ? അമ്മ കണ്ട സീനാ? അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടിനൊന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോകുന്നു. എടാ ഇപ്പൊ തന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞെന്നും പറഞ്ഞ അമ്മാവൻ ആകെ പ്രഷറിലാണ്. അത് ഈ ആൾക്കാർ പറയാൻ കാരണക്കാരാരാണ്? നീ പറ. ആരാണ്? നിങ്ങൾ ഞങ്ങളല്ല നിങ്ങളാണ്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നിങ്ങൾ വരുന്നതിന്? ഞങ്ങൾ വരുന്നതിന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്തിന് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്ന? ഇല്ല. ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കൂലായിരുന്നു. മനസ്സിലായ? പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോരായിരുന്ന? അത് പറയണമായിരുന്നു. ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന കാര്യങ്ങളാണോ? ആണോ? ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. എന്താണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പിനകത്തുള്ള നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? എന്ത് തീരുമാനമാണ്? നീ ചുമ്മാ എന്നിട്ട് പൊട്ടം കളിപ്പിക്കരുത് കേട്ടാ. ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ജീവിതം അങ്ങനെയാണെന്നൊന്നും തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഈയിടെ എനിക്ക് നിന്നോട് ലവ് ഒന്നും പറ്റില്ല. പറ്റാത്ത കാര്യം എന്ത്? വേറെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അസുഖം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു അസുഖമില്ല. പിന്നെ എന്താണ് ഇഷ്ടം തോന്നാത്ത കാര്യം എന്താന്ന് വെച്ചാൽ പറ. എടാ അങ്ങനെ ഇഷ്ടമില്ലായിക്കൊന്നുമില്ല. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അത് ജനറൽ ആയിട്ടുള്ള ഇഷ്ടമല്ലേ? ഞാൻ ചോദിക്കണം അതല്ല. എന്നോട് മാത്രമായിട്ടുള്ള ഇഷ്ടം, മൊത്തം ഇഷ്ടം എന്നോട് മാത്രം. ഐ ഹേറ്റ് ലവ് പവി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ലവ് എന്ന് പറഞ്ഞ ഫാക്ടർ ഒന്നും പറ്റത്തില്ല. പൊന്നു ചാരു, നിന്റെ ലൈഫിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. അത് നീ വിട്ടുകള. ഞാൻ പറയട്ടെ, ഒരാളെ പോലെ അല്ല ബാക്കിയുള്ളവരെല്ലാം. അത് നീ മനസ്സിലാക്കിക്കോ. എനിക്കങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര നീറ്റാ. പിന്നെ എന്താണ് നിന്റെ വിഷയം എന്നുള്ളതെന്ന് പറയണേ. എൻ്റെ ലൈഫ് ഇത് കാരണം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നീ പറഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എടാ പവി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, നിന്നെ കാണാൻ ഇഷ്ടമാണ്, നിന്റെ ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യണം എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഇത് നീ വിചാരിക്കണ പോലത്തെ ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ പ്രശ്നം. ഇതിനകത്തെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു ക്വാളിറ്റീസ് തന്നെയല്ലേ ഒരു പാർട്ട്ണർ വേറൊരാൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഈ ഇഷ്ടം തന്നെയാണ് മറ്റേ ഇഷ്ടവും. എന്റെ പൊന്നു പവി, എന്നെ ഇങ്ങനെ സ്ട്രെസ്ഡ് ആക്കല്ലേ പ്ലീസ്. എന്നെ ചിന്തിപ്പിക്കരുത്. എനിക്ക് ആകെ പ്രാന്ത് പിടിക്കണ്. ശരി, ഞാൻ സ്ട്രെസ്ഡ് ആക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം നീ മനസ്സിലായിരിക്കും. നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വേറെ മാറ്റി വെക്കാം നമുക്ക്. എനിക്ക് നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ കാണും. നീ എന്താ മരണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? നമുക്ക് തലയ്ക്ക് ഓളാണോ? എൻ്റെ തലയ്ക്ക് ഓളമാണ്. നീ ഉണ്ടാക്കി തന്നോളാം, അത് തന്നെ. ബാബുവാ, എന്തായി? അത് വൈകിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. വാ. ഇന്ന് മൂത്രം ടച്ച് ചെയ്യാൻ കൊടുത്തത്. തമാശ അടിക്കാൻ സമയമില്ല. വാ. ഞാൻ വരാം. നീ പോയേ. അതെ, അവൻ്റെത് വൈകുന്നേരം അറിയും. എനിക്കും വൈകുന്നേരം റിസൾട്ട് കിട്ടണം. കിട്ടിയേ പറ്റൂ. നീ ഒന്ന് മൈൻഡിലിട്ട് ആലോചിച്ച് നോക്ക്. നല്ലോണം ആലോചിച്ച് നോക്ക്. വൈകുന്നേരം റിസൾട്ട് തരണം. മക്കളെ, ഞാൻ ഓടിത്തളർന്നു. ആ പപ്പകളെന്നെ ഓടിച്ചു പോയല്ലോ. ഇത്തിരി വെള്ളം താ മക്കളെ കുടിക്കേ. ഓ അയ്യോ.
എടീ അവൻ എന്താ നിന്നോട് പറഞ്ഞേ? അവൻ എന്തോ പുതിയ കല്യാണാലോചന എന്തോ വന്ന് എൻ്റെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിച്ചു എന്താണെന്നുള്ളത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനോ? ഞാൻ എന്ത് പറയണോടി? എനിക്കറിയത്തില്ല, നീ പറഞ്ഞതാ. നീ ഇപ്പം എന്ത് പറയണമെന്ന് ഞാൻ എന്ത് പറയാനാ? ഞാനേ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. അവൻ സ്നേഹമുള്ളവനായിരിക്കുമോടി? എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഓടി വരുന്നതല്ലേ? കെയറിങ് ഉണ്ടടാ. അതല്ല, അവൻ്റെ വീട്ടുകാരുമായിട്ട് സെറ്റായി പോകുന്നതാണ് അടുത്ത ടെൻഷൻ. ഇച്ചയായിട്ട് കൂട്ടാണ്ട് പേടിക്കാനൊന്നുമില്ല. ഇച്ചിയോ? ഏതിച്ചി? നീ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? ഭാവിയുടെ കാര്യം. നീയോ? ശ്യാമിൻ്റെ. ശ്യാമിനൊരു റിപ്ലൈ കൊടുക്കണം. അതാ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് എന്ത് പറയണമെന്ന്. ഞാനിപ്പോൾ എന്ത് പറയാനാടി? പക്ഷെ നീ നോ എന്ന് പറഞ്ഞാൽ നിനക്ക് വരുന്ന ഏറ്റവും വലിയ മിസ്സിങ് ആയിരിക്കും അത്. അതെല്ലേ? ശരിയാ. ഇതുപോലൊരാളെ ഇനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എടാ കുറച്ച് ആടാ. ആകെ 10 രൂപയ്ക്ക് വാങ്ങിച്ചുള്ളൂ. കുറെ നേരമായിട്ട് അണ്ടിയും കഴിച്ചോണ്ടിരിക്കാനല്ലേ ഇവിടെ പുതുവടിയും കൊണ്ടുപോയി വരുവാടേ അവള്. നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ. അവള് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് വന്നില്ലെങ്കിൽ എന്താണ് എൻ്റെ പ്ലാൻ എന്ന് പറ. വരാതെ ഒന്നും ഇരിക്കുകയൊന്നുമില്ല. അത് പിന്നെ ഉള്ള കാര്യം നീ ടെൻഷൻ ആക്കാതെ അറിയാം. നമുക്ക് പറയാൻ പറ്റില്ല, അവളുടെ കാര്യമാണ്. അത് ഞാൻ അപ്പം നോക്കിക്കോളാന്ന് ഞാൻ പറയണതേ. ഒന്നില്ലെങ്കിൽ നീ ഒന്നും ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കണം. എന്നിട്ട് നീ കല്യാണം കഴിക്കണം. എന്നിട്ട് ആ പെണ്ണിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി എടുക്കണം, വൈബിങ് വിത്ത് വൈഫ് എന്നും പറഞ്ഞുകൊണ്ട്. അതെ, എനിക്ക് ചാരു നിനക്ക് സെറ്റായില്ല എന്നാൽ നീ ഇതേപോലെ ചെയ്യോ? എടാ ചാരുവിനെ പോലെ അല്ല അവന്തി. ചാരു എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് കുട്ടി, അവന്തി എന്ന് പറഞ്ഞാൽ വേഗിടി. ഈ ചാരുവിന് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമുണ്ട്, അവന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം എൻ്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കില്ല. അത് എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടു. നിനക്ക് അതിന് ബോധം ഉണ്ടാണ്. ഇങ്ങനെ നീ അവളെ കളിയാക്കി വല്ല പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഒന്നും ഈ വിളയില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊന്നളെ നിന്നെ. മുക്കുവോ? ആ മുക്ക് ഒന്ന് മുക്കി ആ മുക്ക് മുക്കി നീ ഇറങ്ങി വണ്ടി കാണിച്ചിരുന്നത്. നീ ആര് ദേഹത്ത് തുറന്നത്? നീ ആര് എടാ വണ്ടി ഇറങ്ങണം. നിന്നെ മുക്കി കൊന്ന് കാണിച്ചാൽ ഇറങ്ങാൻ സമയമില്ലേ? മനസ്സില്ല മനസ്സില്ലെങ്കിൽ നീ പറ. ഞാനാണോ പറയണ്ടത്? നീ പറ. നിന്റെ കാര്യം നീ പറ. അത് പിന്നെ ശ്യാമ, നീ ഇനി വേറെ കല്യാണമൊന്നും നോക്കണ്ട. അയ്യോ എന്നാ ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിന്നു. അതല്ല, പിന്നെ നമ്മൾ തമ്മിൽ ഓക്കെയാണ്. അല്ല നമ്മൾ തമ്മിൽ എന്തോ ഓക്കെയാണ്. ശ്യാമ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. ഞാൻ എൻ്റെ രീതിയിലേ പറയത്തുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. എനിക്ക് ഓക്കെയാണ് നമ്മുടെ കാര്യം. പിന്നെ എന്ന് വന്ന് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ വന്ന് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് പുറമെ നോക്ക്, എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ഓക്കെ ആണെന്ന് എന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മുടെ കല്യാണം ഉണ്ടാവത്തുള്ളൂ. മതി. സന്തോഷം കൊണ്ടൊരു വേണ്ട, ഇതൊന്നും ഇപ്പൊ പറ്റത്തില്ല. ശരി എന്നാ. ഇപ്പൊ പറ്റത്തില്ല. എനിക്ക് സന്തോഷം. ശരി ശരി. വാ. നല്ല കാര്യം. കെട്ടിപ്പിടിച്ച് അവളത് ഓക്കേന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ? നിന്റെ അടുത്ത് ഓക്കെ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞില്ലടാ. കെട്ടിപ്പിടിച്ചിട്ട് വേടാ അളിയ ഓക്കെ.
ചുമ്മാ കാര്യമായിട്ട് വിളിച്ചു ചോദിച്ചോക്കടാ ആര് അവൻ അത്ര എത്തി